ധർമ്മസ്ഥല കുപ്രചരണ കേസിൽ സമർപ്പിച്ച മൊഴികളും തെളിവുകളും കൃത്രിമമെന്ന് സമ്മതിച്ച് ലോറി ഉടമ മനാഫ് അന്വേഷണ സംഘത്തിനാണ് മൊഴി നൽകിയത്. തലയോട്ടിയെടുത്തത് ശുചീകരണ തൊഴിലാളിയല്ല, തലയോട്ടിയെടുത്തത് നൽകിയത് മറ്റ് രണ്ടുപേരാണ്. സുജാത ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തതിൽ തനിക്ക് പിശക് പറ്റിയെന്ന് മനാഫ് പറഞ്ഞു. മനാഫിന് പിന്നിൽ മുസ്ലിം മതമൗലികവാദ സംഘടനകൾ ഉണ്ടോ എന്നും അന്വേഷണം നടക്കുകയാണ്. വിവരങ്ങളുമായി ഡൽഹി ദിനം നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, കഥകൾ ഓരോന്നായി പൊളിയുകയാണ്. ഒടുവിൽ ആ ഒരു സത്യം തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു മനാഫിന്. മനാഫ് ഇത് സംബന്ധിച്ച് എന്തൊക്കെ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകി കഴിഞ്ഞത്? നന്ദൻ, കേൾക്കാമെങ്കിൽ. നന്ദൻ, കേൾക്കാമെങ്കിൽ. ഈ അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ മനാഫ് മൊഴി നൽകിയിരിക്കുന്നത്. ഒടുവിൽ ഒരു കുറ്റസമ്മതം തന്നെയാണ് മനാഫ് നടത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് കുറ്റസമ്മതം നടത്തി ഈ വിഷയത്തിൽ നിന്നും കൈയൊഴിയാനാണ് മനാഫ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അതായത് മനാഫിന് പിന്നിൽ വലിയൊരു ഗൂഢസംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ആ സംഘം പ്രവർത്തിച്ചു. ആ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു മനാഫ് എന്നുള്ള തരത്തിലുള്ള നിഗമനമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ മനാഫിൻ്റെ ഈ തുറന്നു പറച്ചിൽ അത് അന്വേഷണത്തിനെ വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. മനാഫ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് പ്രകാരം താൻ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് മനാഫ് വ്യക്തമാക്കുന്നത്. സുശീല ഭട്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ചു, സുശീല ഭട്ടിൻ്റെ വാക്ക് വിശ്വസിച്ചാണ് താൻ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇപ്പോൾ ഈ മനാഫ് അഴിച്ചുവിടുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തെയും അതേപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തെയും അടങ്ങുന്ന കർണാടകത്തിലെ ഇത്തരം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും രഹസ്യാന്വേഷണ വിഭാഗത്തിനും മറ്റും ലഭിച്ച റിപ്പോർട്ടുകൾ. അതിൻ്റെ ഭാഗമായിരുന്നു ഈ നീക്കം, അല്ലെങ്കിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം യാഥാർത്ഥ്യം നിലനിൽക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മനാഫ് അത് കൂടുതലായി ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുകയായിരുന്നു. ഇതിലെല്ലാം ഉപയോഗിച്ചത് കൃത്രിമ തെളിവുകളാണ്. അത് തലയോട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്രിമമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ മനാഫ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും മനാഫിനെ വിശദമായി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. സുരേഷ്.